ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വറുത്തരച്ച കോഴിക്കറിയാണ് കേട്ടോ. അപ്പം അതിനായിട്ട് ഞാൻ തേങ്ങ ഒന്ന് വറുത്തെടുക്കുവാണ് കേട്ടോ. അതിനകത്തേക്ക് ഞാൻ ചേർത്തേക്കുന്നത് വേപ്പിലയും സവോളയും കുരുമുളകും പെരുംജീരകവും ആണ് കേട്ടോ. അപ്പം ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം. തേങ്ങ ഒരു ബ്രൗൺ കളർ ആകാൻ പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. മസാലപ്പൊടി ചേർക്കുന്നുണ്ട്, മല്ലിപ്പൊടി, മുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ആണ് നമ്മളിത് അരച്ച് മാറ്റി വെക്കുന്നത്. കരിയാൻ പാടില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പാനിലേക്ക് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, സർവ്വസുഗന്ധിയുടെ ഒരു ഇല കൂടി ഞാൻ അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സവോള കൂടി ഇട്ടിട്ട് കരിയാണ്ടും അടിക്ക് പിടിക്കാണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതും ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ. കളറൊന്ന് മാറി തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്തേക്ക് തക്കാളി കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറി കഴിയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങ വറുത്തരച്ചത് അതുകൂടി ഒന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് എല്ലാം ഒന്ന് യോജിപ്പിച്ച് നന്നായിട്ട് പച്ചമണമൊക്കെ മാറ്റിയെടുക്കുക. മസാലയുടെ കുത്തലോ ഒന്നും പാടില്ല കേട്ടോ. അതിനാണ് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അത് തിളച്ചെടുത്തതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് ചിക്കനൊക്കെ ഇടാവുന്നതാണ്. നമ്മുടെ കറി എന്തായാലും നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതിനകത്തേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ കൂടി ഇട്ടിട്ട് എല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പറ്റിച്ചെടുക്കാം കേട്ടോ. പറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയായി. നമുക്കിത് അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും ചോറിൻ്റെയൊക്കെ കൂടെ കൂട്ടാൻ പറ്റിയ നല്ല സൂപ്പറായിട്ടുള്ള ഒരു വറുത്തരച്ച കോഴിക്കറിയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ ലാസ്റ്റ് കുറച്ച് വേപ്പില കൂടി ഒന്ന് തൂക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കറി നന്നായിട്ടൊന്ന് പറ്റിച്ചെടുക്കുക കേട്ടോ. അത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി റെഡിയായി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.